ഗൈസ്, എനിക്ക് നുണക്കമില്ല. നുണക്കുഴിയല്ല ഗൈസ്, ഞാൻ സീലിംഗ് ബ്യൂട്ടി ആയതാ. ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കപ്പിൾ സ്റ്റോറീസ്. അപ്പോൾ ഇവമോൾ ഉറങ്ങാണ്. അപ്പോൾ ഇവമോൾ ഉറങ്ങാണ്. ഫാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ നോയ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മോംസ് ആൻഡ് ബേബി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് 2 പേർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വലിയൊരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മളെ ചാനലെന്ന് പറയുന്നത് ഒരു കണ്ടന്റ്, അതായത് ഇന്ന കണ്ടന്റ് മാത്രമേ ഫോക്കസ് ചെയ്യൂ അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാ കണ്ടന്റും എടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ അത് ഇവമോൾ മിസ്സായിട്ട്, അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനലെന്ന് പറയുന്നത് ഇന്ന കണ്ടന്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ, ഇന്ന കണ്ടന്റ് മാത്രമേ എടുക്കുള്ളൂ, അങ്ങനത്തെ ഒരു ചാനലല്ല. നമ്മൾ ഒരു വിധത്തിലുള്ള എല്ലാ വ്ളോഗ്സും എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മൾ അതായത് സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ വ്ളോഗ് ചെയ്യാറുണ്ട്, ബ്യൂട്ടി വ്ളോഗ് ചെയ്യാറുണ്ട്, ഫാമിലി വ്ളോഗ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മോംസ് ആൻഡ് ബേബി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയും ചെയ്യാറ്. ഈവൻ ഞാനൊരു അമ്മയാണ്, അപ്പോൾ അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈം മുതലേ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ ഞാൻ ആശ്രയിച്ചിരുന്നത് സോഷ്യൽ മീഡിയ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെപ്പോലെയുള്ള അമ്മമാർക്ക്, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന അമ്മമാർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഒരുവിധം കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പ്രധാനം, അതായത് കുറേ അമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ബേബീസ് ഫുഡ് കഴിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനായാലും ഇവമോളുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അതായത് ഞാനും ഹസ്ബൻഡും, ബാക്കി എല്ലാവരും അമ്മയായാലും അച്ഛനായാലും എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ആകെ അവളായിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ളത് ആ ഒരു കാര്യത്തിന് മാത്രമാണ്. ഭക്ഷണം അവൾ കഴിക്കാതിരിക്കുക എന്നുള്ള കാര്യത്തിന് മാത്രമാണ് ഞാൻ അവളെ ഇന്ന് ഈ സമയം വരെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഒരു 3 മാസം വരെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ടൈം കണക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവമോളപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതിലോട്ട് ഞാൻ വരാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആദ്യം മുതലേ പറയാനുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അമ്മമാർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാവും. ഇപ്പോൾ എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിലോട്ട് ഞാനൊരു 55 വരെ അവിടെയായിരുന്നു. അതിൽ ഒരു 1 വീക്ക് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആനിവേഴ്സറി ടൈമിൽ, ഞങ്ങൾ ഫസ്റ്റ് ആനിവേഴ്സറി ടൈമിൽ ഞാൻ ഹസ്ബൻഡ് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ടൈം പീരീഡ് മുഴുവൻ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ഒരു 55 ദിവസം വരെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അതിനുശേഷം അച്ഛന് ഒരു ആക്സിഡൻറ്റ് പറ്റി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നു. അച്ഛന് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട്, അമ്മയൊക്കെ ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ടൈം വരെ ഞാൻ ഇവിടെയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം മുതൽ ഞാൻ ആ ഒരു കാലം മുതൽ ഞാൻ എൻ്റെ ഈ മോക്കിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. ആ ഒരു ടൈം വരെ ഞാൻ അവളെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രായത്തിലുള്ള മക്കളെ ക്യാരി ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഹസ്ബൻഡ് കൂടുള്ള സമയത്ത് ആൾ ഹെൽപ്പ് ചെയ്യും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്ന് പറയുന്നത്, എനിക്ക് അവളെ നോക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ, എന്നെ നോക്കേണ്ട ജോലി, അവളെ നോക്കേണ്ട ജോലി മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അമ്മ ചെയ്ത് വെച്ച് പോകുന്നത് കൊണ്ട് എനിക്കത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എല്ലാം ചെയ്യുന്ന കുറേ അമ്മമാരുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കുന്ന കുറേ, എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവർ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അവരൊറ്റയ്ക്കാണ് ബേബിനെയും വെച്ചിട്ട് ചെയ്യുന്നതെല്ലാം ഒറ്റയ്ക്കാണ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ അറിയാം. പക്ഷേ എനിക്ക് അത്രത്തോളം റിസ്കിലേക്ക് എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് എന്നെ നോക്കുക, ബേബീനെ നോക്കുക, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ ആൾക്കാരുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു ഭാഗം ചിന്തിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ പറയാനാണെങ്കിൽ ആ ഒരു ടൈം മുതൽ ഞാൻ അവളെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഭക്ഷണം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഉള്ള ആ ടൈം വരെ, അതായത് 6 മാസം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ഉറച്ച, മോള് വയറ്റിലിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്, ഡോക്ടർ പറയാതെ അവൾക്ക് പറയാതെ ഒഴിച്ച് 6 മാസത്തിന് ശേഷം മാത്രമേ ഞാൻ അവൾക്ക് കട്ടിയാഹാരങ്ങൾ കൊടുക്കൂ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവൾക്ക് കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ 6 മാസം 4 ദിവസവും കഴിഞ്ഞിട്ടാണ് അവൾക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 4 ദിവസവും കഴിഞ്ഞിട്ടായിരുന്നു അവൾക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം എല്ലാവരും കൊടുക്കുന്ന പോലെ കുന്നങ്കായ, റാഗി ഇതൊക്കെ തന്നെയായിരുന്നു
കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അതൊന്നും കഴിക്കാൻ തീരെ ഇഷ്ടമല്ലാത്ത ഫുഡുകളായിരുന്നു കേട്ടോ. അവൾക്ക് എങ്ങനെയൊക്കെയോ കുത്തി കയറ്റി കൊടുക്കുമായിരുന്നു കേട്ടോ. നല്ല ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് ആ ടൈം മുതലേ ഭക്ഷണം കൊടുക്കാനായിട്ട്. പിന്നെ അവൾക്ക് ഭക്ഷണം സ്റ്റാർട്ട് ചെയ്ത്, അതായത് 6 മാസം പാല് കുടിക്കുന്ന, അവൾ ജനിച്ച 6 മാസം പാല് കുടിക്കുന്ന ആ ടൈം വരെ അവൾ അത്യാവശ്യം നന്നായിട്ട് പാലും കാര്യങ്ങളും കുടിച്ചിരുന്നു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവൾ ഭക്ഷണം കഴിക്കാതായി, ഫീഡിങ്ങും ചെയ്യാതായി കേട്ടോ. അപ്പോൾ ഒരുപാട് ആ സമയത്തൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ കുറേ സോഷ്യൽ മീഡിയയിൽ ഞാനത് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാതെ അവരിയ്ക്കുമ്പോഴുള്ള നമ്മളുടെ മാനസികാവസ്ഥ, ആ ടൈമിൽ നമുക്ക് വരുന്ന ഡിപ്രഷൻ, ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഓരോ മാനസിക പ്രശ്നങ്ങളൊക്കെ ഞാൻ കുറേ കാര്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 3 മാസം ഉള്ളൊരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ മോളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് വേറെ ഒന്നും വേണ്ട, അവരുടെ കാര്യങ്ങൾ സേഫായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം. നമ്മളുടെ കാര്യങ്ങൾക്ക് അവിടെ എന്ത് മുടക്കം വന്നാലും ഇപ്പുറത്ത് അവർ സേഫ് ആവുക എന്നുള്ളതല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ഇതാവണം, അപ്പം തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടത് അവൾ കഴിക്കും, അല്ലാതെ അവൾക്ക് വേണ്ടത് എത്രയോ അത് അവൾ കഴിക്കും. പിന്നെ നമ്മളെപ്പോലെ ഒരിക്കലും കഴിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. നമ്മൾ കഴിക്കുന്നത് പോലെ നമ്മൾ എന്ത് കഴിക്കുന്നത് കഴിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് വേണ്ടതെന്തോ, അവളുടെ വയറിന് വേണ്ടതെന്തോ, അവളുടെ വിശപ്പടക്കാൻ അവൾക്ക് എന്താ വേണ്ടത് അവൾ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെന്ന് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി, പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു താത്ത പറഞ്ഞു തന്നതായിരുന്നു എനിക്ക്, നീ ഇങ്ങനെ, കാരണം അവൾ ഭക്ഷണം കഴിക്കാതിരുന്ന് ഞാൻ ഡോക്ടർ വരെ കാണിച്ചിട്ടുണ്ട്. ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കില്ല, അതായത് ഒരു ദിവസം കഴിച്ചാൽ പിന്നെ ഒരു ദിവസം കഴിക്കില്ല, അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും, ഗ്യാസിൻ്റെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു നോക്കി, അതൊന്നും കഴിച്ചിട്ട് അവൾക്കൊരു മാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് ഫീഡ് ചെയ്യാനും അവൾ ഉറക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഫീഡ് ചെയ്യുന്ന കാര്യത്തിലായിരുന്നു ബുദ്ധിമുട്ട്. അവൾ ഉറക്കി കഴിഞ്ഞിട്ട്, അതായത് നമ്മളിപ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ അവർ ഉറക്കുമ്പോൾ നമ്മളെടുത്ത് അവളെ പിടിച്ചിരുത്തി പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങുക, അങ്ങനത്തെ ശീലമൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. പാല് കുടിച്ചുറങ്ങുക അങ്ങനത്തെ ശീലം അവൾക്കില്ല. അവൾക്ക് ഉറങ്ങിയതിന് ശേഷം അവളെ എടുത്തിട്ട് വേണം, പാല് കൊടുത്തിട്ട് വേണം പിന്നെ നമ്മൾ തൊട്ടിയിലെടുത്ത് കിടത്തണം. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അവൾ. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ അങ്ങനെ എന്താ മോൾ, അങ്ങനെ അവൾ അങ്ങനെയാണ്, അവളുടെ ശീലം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ പാല് കുടിച്ചുറങ്ങുന്നൊരു ശീലം അവൾക്കില്ല. അത് ആ ശീലം മാറിയത് അവൾക്ക് ഫുഡ് കൊടുക്കൽ തുടങ്ങിയതിന് ശേഷമാണ് ആ ശീലം അവൾക്ക് മാറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് അങ്ങനെയൊക്കെയായിരുന്നു അവൾ. എന്നിട്ട് ഒരു 8 മാസം ആ ടൈമിലൊക്കെ ആയപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു താത്ത പറഞ്ഞതായിരുന്നു, നീ ഇങ്ങനെ ഇവിടെ അടുത്തൊരു ഡിസ്പെൻസറി അവിടെ ആയുർവേദം ഉണ്ട്, നീ ഒന്ന് പോയി കാണിച്ച് നോക്ക്, മോൾ കഴിക്കും എന്ന് ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ അവൾ കഴിക്കാൻ വേണ്ടി അവൾ വായി തുറക്കും, ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വേഗം ഒന്നും നോക്കിയില്ല. പിറ്റേ ദിവസം തന്നെ ഞാൻ അഗ്നിയും കൂട്ടിയിട്ട് ആ ഡിസ്പെൻസറിക്ക് പോയി. അവിടുത്തെ ഡോക്ടറെ കണ്ടു. തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഡോക്ടറെ കണ്ടു, ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഭക്ഷണം കഴിക്കൽ കുറവാണ്, പാല് കുടിക്കുന്നത് കുറവാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഡോക്ടർ മോളിൽ നോക്കിയതിന് ശേഷം 2 മരുന്ന് ഡോക്ടർ എഴുതി. ഒരു ആയുർവേദത്തിലുള്ള ഒരു ഗുളികയും ഒരു ആയുർവേദത്തിലുള്ള ഒരു ലിക്വിഡ് എഴുതി. അപ്പോൾ അത് 5 ദിവസം 3 ദിവസമായിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. അത് കൊടുത്തു. അത് രണ്ടും കൊടുത്തതിന് ശേഷം മാറ്റങ്ങൾ തോന്നാതിരുന്നു എനിക്ക്. മാറ്റങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല. ഒരു 3 ദിവസം കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് മാറ്റങ്ങൾ തോന്നിയില്ല. ഞാൻ നിർത്തിയില്ല, കൊടുത്തു. 5 ദിവസവും ഞാൻ കൊടുത്തു. അതിനുശേഷം അത് കഴിഞ്ഞ് ആ ടൈമിൽ ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെ അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആവശ്യമുള്ളത്, അതായത് ഒരിക്കലും അവൾ ചില നേരത്ത് കഴിക്കും. അങ്ങനെ തന്നെയാണ് മക്കൾ, അവർക്ക് വേണ്ടത് എന്തോ അവരത് കഴിക്കും. അതെ അവൾക്ക് വേണ്ടത് എത്രയോ അത് അവൾ കഴിക്കാനായിട്ട് നോക്കാറുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. വീഡിയോ കൂടുതലായിട്ട് പറയാനോ ഒന്നിനും അവൾ സമ്മതിക്കില്ല. ഭയങ്കര കുറുമ്പ് കുട്ടിയാണിത്. ഇത് മാറ്റി ഇതൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോയിൽ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ
ഇപ്പം എൻ്റെ ഒരു മനോഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശക്കുമ്പോൾ കഴിക്കട്ടെ, അങ്ങനെയാണ്. അവൾക്ക് എത്രയാണോ വേണ്ടത് അവളത് കഴിക്കട്ടെ, അങ്ങനെയാണ്. ആദ്യം ന്യൂ പാരൻ്റൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ, ഭക്ഷണം കഴിക്കാത്തത് എന്താണെന്ന് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കരയെ വരെ ചെയ്ത സമയങ്ങളുണ്ട് ഒറ്റയ്ക്കിരുന്നിട്ട്, അല്ലെങ്കിൽ അവളോട് പറഞ്ഞിട്ട് കരയെ വരെ ചെയ്ത സമയങ്ങളിൽ അവളെ തല്ലിയിട്ടുള്ള ടൈമുകൾ വരേണ്ട, അതൊക്കെ ഓരോ സിറ്റുവേഷൻസാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഹാപ്പിയാണ് അതിൽ. അപ്പോൾ അങ്ങനത്തെ അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മക്കളുടെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല, എല്ലാ അമ്മമാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ മക്കളുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, അവൾ ഓക്കെയാണ്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവൾ ആദ്യം ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കരുതിയിട്ട് അവൾക്ക് ആരോഗ്യത്തിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, ആരോഗ്യമൊക്കെ ഉണ്ട് അവൾക്ക്. അടി തരാം കേട്ടോ അമ്മ തരാം കേട്ടോ, അമ്മ തരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ വലിച്ചു നീട്ടി പറയണമെന്നുണ്ട്, പക്ഷേ അവൾ സമ്മതിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ പുതിയൊരു മോംസ് ആൻഡ് ബേബി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. ഞാൻ വീണ്ടും വരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ ടാറ്റാ.